ഹരിതലോകമെനിക്കു തരൂ. മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. പ്രകൃതിക്കിണങ്ങും അക്വാഫോണിക്സ്. മോനെ, ഉടുപ്പിൽ കറ പുരണ്ടാൽ കുഴപ്പമില്ല, ശരീരത്തിനകത്ത് പുരളരുത്. ഇങ്ങനെ ഒരു തക്കാളി തിന്നാൻ ഏതു കുഞ്ഞിനാണാവുക? ജൈവ കൃഷിക്ക് ഒരു പൊതു സംരംഭമാണ് അക്വാഫോണിക്സ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് ചൊല്ലുണ്ട്. പക്ഷേ ഗാണ്ഡീവത്തിൽ നിന്നുതിരുന്ന ശരം പോലെയല്ലേ അക്വാഫോണിക്സ് പീരങ്കിയിൽ നിന്നുതിരുന്ന വെടി എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുന്നതാണ് നൂറുമേനിക്കുത്തമം. ഉള്ളയിടത്തിൽ ജീവിതം സുരക്ഷിതമാക്കാനും മക്കളുടെ ഭാവി സുഭദ്രമാക്കാനും അതേസമയം മറ്റുള്ളവർക്കുതകുന്ന ജീവിത രീതി അവലംബിക്കാനും ഇഷ്ടപ്പെടുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ചിലരുണ്ട്. പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിൽ നന്ദിയോട് മേൽപ്പാടത്തിൽ തങ്കത്തിൽ വീട്ടിൽ എൻ ജയകൃഷ്ണൻ വക പുരയിടത്തിലെ അക്വാഫോണിക്സ് വിജയത്തെപ്പറ്റി ഇതിൻ്റെ സൂത്രധാരനും അദ്ദേഹത്തിൻ്റെ സഹോദരനുമായ നന്ദിയോട് പട്ടഞ്ചേരി പഞ്ചായത്ത് തങ്കം നിവാസ് വിജയകുമാർ നാരായണൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മുന്നേറാം. അക്വാപോണിക്സ് എന്നത് ഒരു എൻജിനീയർഡ് എക്കോ സിസ്റ്റമാണ്. അപ്പം ഒരു 100 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് 200 ലിറ്റർ ഫിൽറ്ററാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം മീനിൻ്റെ വിസർജ്യം മുഴുവൻ പച്ചക്കറികൾ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ വേറെ പച്ചക്കറികൾക്ക് വേറെ വളമൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. മീനിന് കൊടുക്കുന്ന ഭക്ഷണം വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണമായിരിക്കണം എന്നുള്ളതാണ് ഒരു അനിവാര്യമായ ഒരു ഘടകം. ഈ പ്രൊജക്റ്റ് ഏകദേശം 15 സെൻറ്റിൽ ഏകദേശം 550 സ്ക്വയർ മീറ്ററിലാണ് ഈ പ്രൊജക്റ്റ് നടക്കുന്നത്. ഇതിൽ ഉൽപ്പാദന ലക്ഷ്യം എന്ന് പറയുന്നത് 8 മുതൽ 10 ടൺ മീനും ഏകദേശം 40 മുതൽ 60 ടൺ പച്ചക്കറികളും. ഈ പ്രാവശ്യം ആദ്യത്തെ വിളവെടുപ്പിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അർക്ക രക്ഷക് തക്കാളികളാണ് പ്രധാനമായിട്ടും വെച്ചിട്ടുള്ളത്. ഓരോ ചെടികളിൽ നിന്നും 15 മുതൽ 18 കിലോ ആണ് നമുക്കിതിൻ്റെ ഉൽപ്പാദന ലക്ഷ്യം ഓരോ ചെടികളിൽ നിന്നും. അപ്പം ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു ചെടി ഏകദേശം 140 ദിവസമാണ് ഒരു തക്കാളി ചെടിയുടെ കാലാവധി. കുക്കുംബറാണെങ്കിൽ ഏകദേശം 2-3 മാസം കായ്ച്ചുകൊണ്ടിരിക്കും. പിന്നെ വഴുതനയുണ്ട്, പിന്നെ പുതിന, ഇതിനകത്ത് ചെറിയ പാത്തികളിൽ പുതിനയും വളരുന്നുണ്ട്. പടവലം, പാവൽ, അങ്ങനെ ഏതുതരം പൂക്കുന്ന കായ്കളുള്ള പച്ചക്കറികളും അക്വാപോണിക്സിൽ കൃഷി ചെയ്യാൻ കഴിയും. ഇലക്കറികളും ചെയ്തെടുക്കാം. ഹ്രസ്വ കാല വിളവുകൾ പാലക്ക ചീര, പുതിന, മല്ലി, ലെറ്റ്യൂസ് അങ്ങനെയുള്ള ഇലക്കറികൾ, പാർസ്ലി, സെലറി പോലുള്ള ഇലക്കറികളൊക്കെ കൃഷി ചെയ്യാം. മഴമറയ്ക്കുള്ളിലാണ് പച്ചക്കറി കൃഷി. ജയകൃഷ്ണൻ ആകെ 15 സെന്റ് ഭൂമിയിൽ 2 സെന്റ് മത്സ്യങ്ങൾക്ക് പതിച്ചു കൊടുത്തു. ബാക്കിയിടം പച്ചക്കറികൾക്കും കൊടുത്തു.
അക്വാപോണിക്സിൽ വളരുന്ന പച്ചക്കറികൾക്ക് വേറെ കൃത്രിമമായ ഒരു വളപ്രയോഗവും ചെയ്യേണ്ടി വരുന്നില്ല. മീനിൻ്റെ വിസർജ്യത്തിലുള്ള ഈ മാലിന്യത്തിലുള്ള പോഷകം നിറഞ്ഞ വസ്തുക്കൾ ബാക്ടീരിയയാണ് ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളാക്കി മാറ്റുന്നത്. ഇപ്പോൾ 16 മുതൽ 18 മൂലകങ്ങളും ചെടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്വാപോണിക്സിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾക്ക് നല്ലൊരു പ്രീമിയം പ്രൈസാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്വാപോണിക്സിൽ ഉപയോഗിക്കുന്ന മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അക്വാപോണിക്സിൽ ഉപയോഗിക്കുന്നത് മണലാണ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. മണൽ 3 മണൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു പരീക്ഷണത്തിൽ ചെയ്തത് പുഴമണലാണ്. പിന്നെ സാൻഡ്, മാനുഫാക്ചേർഡ് സാൻഡ് എന്ന് പറഞ്ഞ മണലും പരീക്ഷിച്ച് നോക്കി. ഏറ്റവും അനുയോജ്യമായ മീഡിയ എന്ന് പറയുന്നത് കോട്സ് സിലിക്ക സാൻഡാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അതിൻ്റെ pH വാല്യൂ 7 ആയിരിക്കും എപ്പോഴും. അതിൽ കാർബണേറ്റ്സും കണ്ടൻറ്റോ അല്ലെങ്കിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് അശുദ്ധമായ വേറെ വസ്തുക്കളൊന്നും അതിനകത്തില്ല. പിന്നെ അതിനെ നമ്മളൊരു കറക്റ്റായിട്ടുള്ള പൊടിച്ചെടുക്കണം. അതിന് പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓരോ മണൽ തരികളും ഏകദേശം 300 മൈക്രോൺ മുതൽ ഈ 2000 മൈക്രോൺ വരെയുള്ള പാർട്ടിക്കൽ സൈസിലാണ് നമ്മൾ ഈ മണലിനെ സിലിക്ക സാൻഡിനെ ക്രഷ് ചെയ്തെടുക്കുന്നത്. അതാണ് ഏറ്റവും അനുയോജ്യമായ ഘടകം. മീഡിയ ശരിയല്ലെങ്കിൽ അക്വാപോണിക്സിൻ്റെ ഉൽപ്പാദനത്തെ അത് ശരിക്കും ബാധിക്കും. കാരണം അക്വാപോണിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് ജീവാണുക്കൾ. ഈ ജീവാണുക്കൾ വളരണമെങ്കിൽ പ്രതല വിസ്തീർണം കൂടിയ മണൽ തന്നെയാണ് കഴിയുള്ളൂ. ഇതിനു മുമ്പ് ഒരു 1.5 വർഷം മുൻപ് ഞാൻ ജെല്ലി മെറ്റലും അതുപോലെ തന്നെ പെബിൾസും പെർലൈറ്റ് വെർമിക്കുലൈറ്റ് പോലുള്ളതൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. ഇതിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ശുദ്ധീകരണം കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഒരു 3-4 മാസം നല്ല വിളവ് കിട്ടും. അത് കഴിഞ്ഞ് ന്യൂട്രിയൻ ലോക്കൗട്ട്, ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസീസ്, ബോറോൺ ഡെഫിഷ്യൻസി, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒക്കെ കണ്ടുവരും. അപ്പോഴാണ് ഡോക്ടർ മാർക്കിനെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഡോക്ടർ മാർക്ക് മെക്മർട്ടിയുടെ സെഷനത്തിലൂടെ അദ്ദേഹത്തിന് പറഞ്ഞു തന്ന മാർഗനിർദ്ദേശത്തിലൂടെയാണ് ഇപ്പോൾ അക്വാപോണിക്സ് ചെയ്തു വരുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം 24 മണിക്കൂറും കറണ്ട് ഉപയോഗിക്കേണ്ട എന്നുള്ളത് തന്നെ. ഏകദേശം 2 മണിക്കൂർ 24 മണിക്കൂറിൽ 2 മണിക്കൂർ കറണ്ട് ഉപയോഗം വരുന്നുള്ളൂ. ഈ സർക്കുലേഷൻ എന്ന് പറയുമ്പം നമ്മൾ 15-20 മിനിറ്റ് നേരം വെള്ളം ഈ പാത്തികളിലൂടെ ഓടിക്കുന്നു. ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ നേരം ഇത് കറണ്ട് ഓടിക്കുന്നില്ല. പിന്നെ ഒരു ചിലവ് എന്ന് പറയുന്നത് എയറേഷനാണ്. അത് 24 മണിക്കൂറും കൊടുക്കണം. വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സബ്സിഡിയോടെ 15 സെന്റിൽ 15 ലക്ഷത്തിന്റെ ഒരു പദ്ധതിയാണിത്. സംഗതിയോ വളരെ നിസ്സാരം. തുടക്കത്തിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത്തിരി മീൻ വളർത്തുക, മീനിൻ്റെ ആഹാരവശിഷ്ടവും വിസർജ്യവും കലർന്ന ടാങ്കിലെ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് പച്ചക്കറികൾക്ക് കൊടുക്കുക. ഈ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം പച്ചക്കറികൾ എടുക്കും. ശേഷം ആ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ട് കുളത്തിലെത്തും. ബാഷ്പീകരണം, സസ്യാഗീരണം എന്നിവ മൂലം കുറവ് വരുന്ന ജലം മാത്രം നമ്മൾ ടാങ്കിലെത്തിച്ചാൽ മതി. പറയുമ്പോൾ തന്നെ നമുക്കുറപ്പായി രാസവളമോ കീടനാശിനിയോ ചെടികൾക്കുപയോഗിച്ചാൽ മത്സ്യകൃഷി അവതാളത്തിലായി പോകുമെന്ന്. അത്രയ്ക്കും വിശ്വസ്തമായതാണ് ഈ ജൈവരീതി. പിന്നൊരു പ്രത്യേകത, ഇതിന് വേറെ രാസ കീടനാശിനി പ്രയോഗമോ അല്ലെങ്കിൽ കളനാശിനി പ്രയോഗമോ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ രാസപ്രയോഗം ചെയ്യുകയാണെങ്കിൽ മീനിന് അത് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ചെറിയ കീടങ്ങൾ, വെള്ളീച്ചയോ അല്ലെങ്കിൽ മുഞ്ഞിയ പോലുള്ള എന്തെങ്കിലും ചെറിയ കീടങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ജൈവ കീടനിയന്ത്രണത്തിലൂടെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ജൈവ കീടനിയന്ത്രണ പ്രക്രിയയിൽ നമ്മൾ പഞ്ചസൂത്ര ഒരു പ്രക്രിയ അവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് വേപ്പെണ്ണയും ബാർ സോപ്പിൻ്റെ പ്രയോഗം, പിന്നെ വെളുത്തുള്ളി, കാന്താരി മുളകിൻ്റെ പ്രയോഗം, അതുപോലെ തന്നെ ഈ ഗോമൂത്രം വളരെ നേർപ്പിച്ച് അടിക്കുന്ന പ്രയോഗം, പിന്നെ വെർട്ടിസിലിയം, ബവേറിയ അങ്ങനെയുള്ള അണുക്കളും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്.
ലീനിയർ പാരബോളിക് ഷേപ്പിൽ 2 മീറ്റർ താഴ്ചയുള്ളതും ജിയോമെംബ്രൈൻ ഷീറ്റ് വിരിച്ചതുമാണ് ഈ കൃത്രിമ മത്സ്യക്കുളം. 1000 ക്യൂബിക് ലിറ്റർ വെള്ളത്തിൽ 100 മത്സ്യക്കുഞ്ഞുങ്ങളാവാം. 1 സെന്റ് കുളത്തിൽ 5000 കുഞ്ഞുങ്ങളാവാം. നൈൽ തിലോപ്പിയയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അക്വാപോണിക്സിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മീൻ കുളമാണ്. മീൻ കുളം വൃത്താകൃതിയിലും ചതുരാകൃതിയിലും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് ഒരു ലീനിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഒരു കനാൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഒരു 10000 മീനുകളാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ മീനുകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിസർജ്യം ഉപയോഗിക്കാനായിട്ട് ബയോഫിൽറ്റർ അല്ലെങ്കിൽ ചെടികൾ വളരാനുള്ള പാത്തികളാണ് ആ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ വളരുന്ന മീൻ ഇപ്പോൾ നൈൽ തിലേപ്പിയ ആണ്. ഏകദേശം ഇപ്പം 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 120 ദിവസം കഴിയുമ്പം ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങും. ഇപ്പം 250 ഗ്രാം വരുന്ന സമയത്താണ് മീനിൻ്റെ വിളവെടുപ്പ് തുടങ്ങുന്നത്. പിന്നെ അത് 6 മാസം 8 മാസം കഴിയുമ്പോഴേക്കും ഒരു 1/2 കിലോ ക്രോസ് ചെയ്ത് ഒരു 900 ഗ്രാം ഒക്കെ ആവുന്ന സമയത്താണ് ഇത് വിളവെടുത്ത് കഴിയുന്നത്. ഈ ടാങ്ക് ഇന്ന് നമ്മൾ ലീനിയർ ലോഞ്ചിറ്റ്യൂഡിനൽ കനാൽ എന്നാണ് പറയുക. ഇത് വെറുതെ നമ്മൾ JCB കൊണ്ട് ഒരു കുഴിയെടുത്ത് ഇതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് 2 മീറ്ററാണ് താഴ്ച. വീതി ഒരു 2 മീറ്ററും 200 ഒരു സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി. ഏകദേശം 58,000 ലിറ്റർ വെള്ളമാണ് ഈ ടാങ്കിലുള്ളത്. അപ്പം ഈ ടാങ്കിൽ പിന്നെ ചെയ്തിരിക്കുന്നത് ഈ ജിയോമെംബ്രെയിൻ ഷീറ്റ് കൊണ്ടുള്ള ഒരു കവചമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം താഴോട്ട് പോകുന്നില്ല. ഇത് ഈ ഷീറ്റിന് ഒരു 5 വർഷം വാറണ്ടി ഉള്ളൊരു 500 GSത്തിൻ്റെ ജിയോമെംബ്രെയിൻ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആനബാസ് പ്രൊബോഗ്യസ് എന്ന ശാസ്ത്രനാമമുള്ള ക്ലൈംബിംഗ് ഗൗരാമി അഥവാ കല്ലൂത്തി കരിപ്പള്ളി ഇനം അക്വാഫോണിക്സ് മത്സ്യകൃഷിക്ക് ഉത്തമമായ മത്സ്യമാണെന്നാണ് അഭിപ്രായം. കാരണം ഈ മത്സ്യങ്ങൾ അന്തരീക്ഷ വായു ശ്വസിക്കുന്നതിനാൽ കുളത്തിലെ വായു ലഭ്യതയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വൈദ്യുതി ലാഭിക്കാം. അക്വാഫോണിക്സ് മത്സ്യകൃഷിയിൽ നൈൽ തിലോപ്പിയയാണെങ്കിൽ 4 മാസം മുതൽ വിളവെടുപ്പ് തുടങ്ങാം. 4 മുതൽ 6 മാസത്തിനിടയിൽ 1/4 കിലോ മുതൽ 1/2 കിലോ വരെ മത്സ്യത്തൂക്കം വരും. മീനിന് കൊടുക്കുന്ന തീറ്റ ഒരു കോമ്പൗണ്ടഡ് പെല്ലറ്റ് എന്ന് പറയും. അതിൽ വളരെ പോഷക സമൃദ്ധമായ പെല്ലറ്റഡ് ഫീഡാണ് കൊടുക്കുക. ഇതൊരു രാവിലെ 6 മണിക്കും ഒരു 10 മണിയാകുമ്പോഴും പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുൻപാണ് മീനിന് തീറ്റ കൊടുക്കേണ്ടത്. പിന്നെ 2 മണിക്ക് ശേഷം പിന്നെ മീനിന് തീറ്റ കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം 6 മണിക്ക് വരെ മീനിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏകദേശം ചെറിയ പ്രായത്തിലിരിക്കുമ്പം ഒരു ബോഡി മാസിൻ്റെ അതിൻ്റെ തൂക്കത്തിൻ്റെ ഒരു 15% തീറ്റയായിട്ട് കൊടുക്കുന്നത്. പിന്നെ മീൻ വളർന്ന് വരുമ്പം 10%, 5% അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ഒരു ബോഡി മാസിൻ്റെ 1% തീറ്റയാണ് പിന്നെ ഒരു 100 ഗ്രാം കടന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കുളത്തിൽ ഏകദേശം ഈ ടാങ്കിൽ ഏകദേശം 58,000 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു 8 കിലോ തീറ്റയാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ 8 കിലോ തീറ്റ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റാണ് ഇപ്പുറത്ത് ഈ ചെടികൾ ഏകദേശം 280 സ്ക്വയർ മീറ്റർ സ്ഥലത്തിലാണ് ഈ ചെടികളുള്ളത്. അപ്പോൾ 250 സ്ക്വയർ മീറ്ററിൽ വളരുന്ന ചെടികൾ ഇതിൽ നിന്ന് വരുന്ന മാലിന്യം വലിച്ചെടുത്ത് വളരും. അപ്പോൾ ചെടികൾക്ക് നമ്മൾ വേറെ പോഷകം വേറെ ഒരു തരത്തിലുള്ള വളപ്രയോഗവും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ മീനിൻ്റെ വിസർജ്യം നിറഞ്ഞ വെള്ളം ഇവിടെ ഒരു 8 പമ്പ് വെച്ചിട്ടുണ്ട്. ചെറിയ സബ്മേഴ്സിബിൾ പമ്പുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ പമ്പും ഈ 2 പാത്തികൾക്കാണ് വളം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇത് 2ാമത്തെ പമ്പാണ്. ഇത് ഈ 2 പാത്തികൾക്കുള്ള വളം ഇവിടുന്ന് വെള്ളം ടൈമർ ഉപയോഗിച്ച് 15-20 മിനിറ്റ് നേരം ഈ പാത്തികളിലൂടെ ഒഴുകുന്നു. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ നേരം ഇതിൽ വെള്ളം ഒഴുകുന്നില്ല. അപ്പം ഗുരുത്വാകർഷണ ഫലം കൊണ്ട് ഈ വെള്ളം മുഴുവൻ തിരിച്ച് കുളത്തിലോട്ട് തിരിച്ചു വരും. അപ്പോൾ 15 മിനിറ്റ് നേരം വെള്ളം സർക്കുലേഷൻ, അത് കഴിഞ്ഞ് ഒരു 1.5 മുതൽ 2 മണിക്കൂർ നേരം തിരിച്ച് വെള്ളം ഡ്രെയിനായി കംപ്ലീറ്റ് ഈ വെള്ളം തിരിച്ചുകൂടി എത്തുന്നു. ഈ വെള്ളത്തിൽ ഉള്ള മാലിന്യം മുഴുവൻ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയണം.
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 1 കിലോ തീറ്റ കൊടുക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ വളം തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരും, അമോണിയ ഇവിടെ ബിൽഡാവും, മീനുകൾക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പം ഒരു 100 ഗ്രാം തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് 4 ചെടികളെങ്കിലും ഉണ്ടാവണം. 100 ഗ്രാം തീറ്റ മീനിന് കൊടുക്കുമ്പോൾ ഒരു 4 ചെടികളെങ്കിലും ഇവിടെ വളരണം. ആ കണക്കിന് 1 കിലോ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40 ചെടികൾ നമുക്ക് ഇപ്പുറത്ത് കാണണം. 8 മുതൽ 10 വരെ ടൺ മത്സ്യലഭ്യതയാണ് ജയകൃഷ്ണന്റെ പ്രതീക്ഷ. അക്വാഫോണിക്സ് എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷി മാത്രമല്ല എന്നറിയാമല്ലോ. ജയകൃഷ്ണന്റെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കാം. ഭാവിയിലെ കൃഷിരീതിയായ അക്വപോണിക്സ് വളരെ നല്ല രീതിയിൽ ചെറിയ സ്ഥലത്ത് കൂടുതൽ വിളവ് കിട്ടുന്ന, ഒരു ചെലവിൽ 2 കൃഷി ചെയ്യാൻ പറ്റുന്ന അക്വപോണിക്സ് ഞാനൊരു 3 മാസമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിയോട് അക്വപോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നേതൃത്വം നൽകുന്ന ശ്രീ വിജയകുമാർ നാരായണൻ്റെ നിർദ്ദേശപ്രകാരം 2-3 വർഷമായി ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെലവിൽ 2 കൃഷി ചെയ്യാമെന്നുള്ളതാണ് അക്വപോണിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ഞാൻ കാണുന്നത്. മീനിൻ്റെ വിസർജ്യത്തിൽ നിന്നും പച്ചക്കറികളും നമുക്ക് യഥേഷ്ടമുണ്ടാക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആർക്കെങ്കിലും ഒഴിവ് സമയത്ത് മാത്രം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കൃഷി സമ്പ്രദായം എല്ലാ വീടുകളിലും ചെയ്യാൻ കഴിയും. അതിലൂടെ വിഷരഹിതമായ പച്ചക്കറികളും വിഷമുക്തമായ ജീവനുള്ള മത്സ്യങ്ങളും നമുക്ക് ഇതിലൂടെ കിട്ടും. പച്ചക്കറിത്തോട്ടം അടിപൊളിയല്ലേ? തക്കാളിയാണ് പ്രധാന കൃഷി. പരുവമാകുന്നതേ ഉള്ളൂ.